കാനഡയിൽ വീട് വാങ്ങുന്നതിന് മുൻപ് പലരും മറന്നു പോകുന്നൊരു കാര്യമാണ് RRSP സേവിങ്സ്. നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഡൗൺ പേയ്മെന്റ് RRSPയിൽ നിക്ഷേപിക്കുന്നതിലൂടെ വീട് വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അത് തിരിച്ചെടുക്കുകയും അതേസമയം നല്ലൊരു ടാക്സ് സേവിങ്സ് ബെനിഫിറ്റ് ആ വർഷം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. പക്ഷെ പലരും മറന്നു പോകുന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ RRSPയിൽ നമ്മൾ നമ്മുടെ ഡൗൺ പേയ്മെന്റ് ഇട്ട് 90 ദിവസം വരെ ആ പൈസ RRSPയിൽ കിടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫസ്റ്റ് ടൈം ഹോം ബയർ പ്ലാനിലൂടെ വീട് വാങ്ങുന്ന സമയത്ത് ആ പൈസ തിരിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. തിരിച്ചെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും 15 വർഷങ്ങൾക്കുള്ളിൽ ഇത് തിരിച്ചടയ്ക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എന്നാൽ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്ത് എന്ന് നിങ്ങൾ ചോദിച്ചാൽ, വീട് വാങ്ങാൻ പോകുന്ന ഓരോ വ്യക്തിക്കും $35,000 വരെ നമുക്ക് RRSPയിൽ നിക്ഷേപിച്ചിട്ട് അത് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും 90 ദിവസങ്ങൾക്ക് ശേഷം. എന്നാൽ നമ്മൾ RRSPയിൽ നിന്ന് ഒരു ലോൺ എടുക്കുന്നത് പോലെയാണ് നമ്മൾ ക്ലോസിംഗിന്റെ സമയത്ത് ഈ പൈസ എടുക്കുന്നത്. 15 വർഷം കൊണ്ട് നമുക്കിത് തിരിച്ചടയ്ക്കുകയും ചെയ്യാം വിത്തൗട്ട് എനി ഇൻട്രസ്റ്റ്. അങ്ങനെയുള്ളത് കൊണ്ട് ആ വർഷം നമ്മുടെ ഇൻകം ടാക്സ് ഫയലിംഗിൽ ഈ മുഴുവൻ തുകയും നമുക്ക് ഡിഡക്ഷനായി കാണിക്കാൻ സാധിക്കും. അതിലൂടെ നല്ലൊരു എമൗണ്ട് നമുക്ക് ടാക്സ് റിട്ടേൺസ് കിട്ടാൻ ഈ പദ്ധതി സഹായകരമാണ്. എന്നാൽ നിങ്ങളിത് നേരത്തെ പ്ലാൻ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്ന ഭവനം കണ്ടെത്തുമ്പോഴേക്ക് 90 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ എമൗണ്ട് വിത്ഡ്രോ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഭവനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വീടുകൾ നോക്കി തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഡൗൺ പേയ്മെന്റിനായിട്ട് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പൈസ മാക്സിമം നിങ്ങൾ RRSPയിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഭവനം വാങ്ങുന്ന സമയത്ത് അത് ഭയങ്കര ഒരു ഹെൽപ്പായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ റൂമേഴ്സ് അനുസരിച്ച് ജൂണിലോ ജൂലൈയിലോ ഒരു ചെറിയൊരു ഇൻട്രസ്റ്റ് റേറ്റ് ഡിപ്പ് ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ സംഭവിച്ചാൽ പ്രൈസസ് വീണ്ടും വളരെയധികം ഇൻക്രീസ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിന് മുൻപേ ഒരു വീട് ക്ലോസ് ചെയ്യണമെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ RRSPയിൽ ഇട്ട് തുടങ്ങണം. ഇതൊരു ടാക്സ് അഡ്വൈസ് ആയിട്ട് കണക്കാക്കരുത്. ഞാനൊരു ടാക്സ് പ്രൊഫഷണൽ അല്ല. നിങ്ങൾക്ക് ഓൾറെഡി ഒരു റിയൽറ്റർ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. എൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ സബ്സ്ക്രൈബും കൂടെ അമർത്തിയേക്കണം. ഇത് നിങ്ങളുടെ സ്വന്തം റിയൽറ്റർ അലക്സ്.